വോട്ടെടുപ്പിന് പിന്നാലെ വിവിധ മണ്ഡലങ്ങളിൽ CPIM ജില്ലാ നേതൃത്വങ്ങളുടെ വിലയിരുത്തൽ. പുറത്ത് അമ്പലപ്പുഴയിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് CPIM. ആറന്മുളയിൽ വീണ ജോർജ് 7000 വോട്ടുകൾക്ക് വിജയിക്കും. എറണാകുളത്ത് സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നതിനോടൊപ്പം തൃപ്പൂണിത്തുറ സീറ്റ് പിടിച്ചെടുക്കും. പീരുമേട് മണ്ഡലത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും ദേവികുളത്ത് ശക്തമായ മത്സരമാണ് എന്നുമാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഈ ഒരു ജില്ലാതല വിലയിരുത്തൽ പുറത്തു വരുമ്പോൾ അത് വീണ ജോർജ് അടക്കമുള്ളവർ 7000 വോട്ടുകൾക്ക് വിജയിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അമ്പലപ്പുഴയിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്ന ഒരു ആശങ്കയും CPIMനുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു പ്രമുഖരടക്കം പരാജയപ്പെടും എന്ന ഒരു വിലയിരുത്തൽ കൂടി പുറത്തു വരുന്നുണ്ട്. ഇത് പ്രധാനമായും ഈ ഒരു പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബൂത്തുകളിൽ നിന്ന് ലഭിച്ച വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ മണ്ഡലതല വിലയിരുത്തലുകൾ പുറത്തു വരുന്നത്. ഇത് CPIMനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയും പ്രതീക്ഷയും നൽകുകയാണ്. മുൻ തെരഞ്ഞെടുപ്പുകളെ വച്ച് നാം താരതമ്യം ചെയ്യുമ്പോൾ വലിയ ആശങ്ക തന്നെയാണ്. കാരണം പല പ്രമുഖരും കടുത്ത മത്സരം നേരിട്ടതായാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 14-ൽ 13 സീറ്റും വിജയിക്കാൻ CPIMന് കഴിഞ്ഞിരുന്നു. ഒരു സീറ്റ്, കോവളം സീറ്റ് മാത്രമായിരുന്നു കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇന്ന് 4 സീറ്റുകളിൽ കടുത്ത മത്സരം നടന്നതായും CPIM വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ത്രികോണ മത്സരം നടന്ന നേമത്താണ്. നേമത്ത് ഇപ്പോൾ വിലയിരുത്തൽ കഴിയുമ്പോൾ ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് മാറുന്നു. അതോടൊപ്പം തന്നെ തുടർച്ചയായി 2 തവണയായി CPIM വിജയിക്കുന്ന നെയ്യാറ്റിൻകര, അതോടൊപ്പം തന്നെ കാട്ടാക്കട അടക്കമുള്ള മണ്ഡലങ്ങളിലും എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ സ്വതന്ത്രർ മത്സരിക്കുന്ന CPIM സ്വതന്ത്രർ മത്സരിക്കുന്ന തിരുവനന്തപുരം, അതോടൊപ്പം തന്നെ കോവളം, ഈ 2 മണ്ഡലങ്ങളും നഷ്ടപ്പെടാനുള്ള സാധ്യതയും CPIM കാണുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധിയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇപ്പോൾ CPIM നേരിടുന്നത്. എന്നാലും വർക്കലയും ആറ്റിങ്ങലും അടക്കമുള്ള വാമനപുരം, ചിറയൻകീഴ് അടക്കമുള്ള മണ്ഡലങ്ങളിൽ വിജയിച്ച് കയറാൻ കഴിയും. അതോടൊപ്പം തന്നെ കൃത്യമായി ത്രികോണ മത്സരം നടന്ന വട്ടൂർക്കാവിൽ പ്രശാന്ത് ഉറപ്പായി തന്നെ വിജയിക്കുമെന്നും CPIM വിലയിരുത്തുന്നു. നാം കൊല്ലത്തേക്ക് കടക്കുകയാണെങ്കിൽ കൊല്ലത്തെ 9 മണ്ഡലങ്ങളിൽ വിജയിക്കാൻ കഴിയും. വേണ്ടി വന്നാൽ കുണ്ട്ര അടക്കമുള്ള മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും നിലവിൽ CPIM പങ്കുവയ്ക്കുന്നു. പത്തനംതിട്ട ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ 5 മണ്ഡലങ്ങളിലും വിജയം ഉറപ്പാണെന്നാണ് CPIM വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ കൃത്യമായി തന്നെ ത്രികോണ മത്സരം നടന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുമ്മനം രാജശേഖരൻ കോൺഗ്രസിൻ്റെ വലിയ രീതിയിലുള്ള വോട്ട് BJPയിലേക്ക് എത്തിച്ചു. ആ പശ്ചാത്തലത്തിൽ 7000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വീണ ജോർജിന് വിജയിച്ച് കയറാൻ കഴിയുമെന്നാണ് CPIMന്റെ വിലയിരുത്തൽ ഉണ്ടാകുന്നത്. എറണാകുളം ജില്ലയിലും നിലവിലെ സിറ്റിംഗ് MLAമാർ വിജയിച്ച് കയറും. അതോടൊപ്പം തന്നെ സ്വരാജ് പരാജയപ്പെട്ട തൃപ്പൂണിത്തുറ സീറ്റ് ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും CPIM പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളമാണ് അവിടെ വലിയ രീതിയിൽ ന്യൂനപക്ഷങ്ങൾ ഏകീകരിച്ചിട്ടുണ്ട്. കൺസോളിഡേഷൻ ഉണ്ടായ പശ്ചാത്തലത്തിൽ മന്ത്രി അബ്ദുൾ റഹ്മാൻ അടക്കമുള്ളവർ പരാജയപ്പെടുമെന്നും അവിടെ വിലയിരുത്തൽ ഉണ്ടാകുന്നു. അവിടെ കഴിഞ്ഞ തവണ 4 സീറ്റുകൾ വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇത്തവണ അത് 2ലേക്ക് ചുരുങ്ങുമെന്നും ഒരു വിലയിരുത്തൽ ഉണ്ടാകുന്നു. പിന്നീട് CPIMനെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു ജില്ല അത് കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിൽ തുടർച്ചയായി തന്നെ നാം അവിടുത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ 3-2 UDF 2 സീറ്റിലും അതോടൊപ്പം തന്നെ CPM 3 സീറ്റിലും വിജയിക്കുന്ന സാഹചര്യമാണ്. പക്ഷേ ഉദുമ മണ്ഡലത്തിൽ ഇപ്പോൾ വലിയ ആശങ്കയും കടുത്ത മത്സരം നടന്നതായാണ് ഇപ്പോൾ CPM വിലയിരുത്തുന്നത്. അവരുടെ കണക്ക് പ്രകാരം 1500 വോട്ടിന് CPM പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്ത മണ്ഡലമായ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം തന്നെ ന്യൂനപക്ഷങ്ങളുടെ വലിയൊരു ഒഴുക്ക് UDFിലേക്കുണ്ടായി. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ 10,000-ഉം 20,000-ഉം വോട്ടിന് വിജയിച്ച തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ഇപ്പോൾ 4,000 വോട്ടിന് മാത്രമായിരിക്കും CPM വിജയിക്കുക. അത് ചിലപ്പോൾ അട്ടിമറിയിലേക്കും പോകാമെന്നും CPM വിലയിരുത്തുന്നു. മറ്റു കണ്ണൂരിലെല്ലാം ഭൂരിപക്ഷം കുറയുമെങ്കിലും വിജയിച്ച് കയറാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ടത് KPCCയുടെ പ്രസിഡന്റ് മത്സരിക്കുന്ന സണ്ണി ജോസഫ് മത്സരിക്കുന്ന പേരാവൂരിൽ ശൈലജ ടീച്ചർ വിജയിച്ച് കയറാൻ കഴിയുമെന്ന് പറയുന്നു. അവരുടെ ജന്മനാട്ടിൽ വലിയ രീതിയിൽ തന്നെ വോട്ടുകൾ LDFിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ 2000-3000 വോട്ടിൽ വിജയിച്ച് കയറാമെന്നും CPM വിലയിരുത്തുന്നുണ്ട്. മറ്റൊരു ജില്ലയായ ആലപ്പുഴയിലാണ് CPMനെ ആശങ്കപ്പെടുത്തുന്നത്. അവിടെ ഒരു വലിയ മത്സരം തന്നെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പാർട്ടിയിൽ അധികായനായ
സുധാകരൻ അടക്കമുള്ളവർ മുന്നണി മാറി പാർട്ടി മാറി സ്വതന്ത്രനായി മത്സരിച്ച ആ മണ്ഡലത്തിൽ ചിലപ്പോൾ വിജയപരാജയങ്ങൾ എങ്ങനെ ഉണ്ടാകുമെന്നും അവസാന ഘട്ടത്തിൽ ഇപ്പോൾ CPM ഉറ്റുനോക്കുകയാണെങ്കിൽ വിജയിക്കുകയാണെങ്കിൽ 4000 വോട്ടിന് വിജയിക്കും, പരാജയപ്പെടുകയാണെങ്കിൽ 2000 വോട്ടിന് പരാജയപ്പെടും എന്ന കണക്കാണ് അവരുടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വോട്ടുകൾ അവർ മുന്നോട്ട് വയ്ക്കുമ്പോഴും BJPയുടെ വോട്ട് ആ മണ്ഡലങ്ങളിൽ എങ്ങോട്ട് പോകുന്നു എന്നത് ഈ വിജയപരാജയങ്ങൾ നിശ്ചയിക്കും. ശരി, എന്തായാലും വോട്ടെടുപ്പിന് പിന്നാലെ വിവിധ മണ്ഡലങ്ങളിൽ CPIM ജില്ലാ നേതൃത്വങ്ങളുടെ വിലയിരുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമ്പലപ്പുഴയിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് പ്രധാനമായും CPIMനുള്ളിലുള്ളത്. ആറന്മുളയിൽ വീണ ജോർജ് 7000 വോട്ടുകൾക്ക് വിജയിക്കുമെന്നതാണ് വിലയിരുത്തൽ. എറണാകുളത്ത് സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറ സീറ്റ് പിടിച്ചെടുക്കും എന്ന ഒരു വിലയിരുത്തലും പുറത്തു വരുന്നുണ്ട്. പീരുമേട് മണ്ഡലത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും ദേവികുളത്ത് ശക്തമായ മത്സരം ഉണ്ടാകുമെന്നുമാണ് വിലയിരുത്തൽ. ശ്രീജിത്ത്, അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ടതാണ് ഈ ഒരു വി അബ്ദുൾ റഹ്മാൻ അടക്കം അബ്ദുൾ റഹ്മാന്റെ വിജയസാധ്യതയിലടക്കം ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു ജില്ലാതല വിലയിരുത്തൽ പുറത്തു വരുമ്പോൾ വരുന്നത്. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും മലപ്പുറം ജില്ലയിൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം കുറച്ചു നാളുകളായി വലിയ പ്രതിസന്ധിയാണ്. അത് കോഴിക്കോട് ജില്ലയിലും കാണാൻ കഴിയും. കോഴിക്കോട് ജില്ലയിലും കടുത്ത മത്സരം നടന്നതായി തന്നെയാണ് CPMന്റെ വിലയിരുത്തൽ. പിന്നീട് നാം പ്രത്യേകിച്ച് പരിശോധിക്കേണ്ടത് തൃശ്ശൂരും അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിലുമാണ്. തൃശ്ശൂർ ജില്ലയിൽ കൃത്യമായി തന്നെ പലയിടങ്ങളിലും വലിയ രീതിയിൽ കടുത്ത മത്സരം നടന്നു. അതോടൊപ്പം തന്നെ ചില വിലയിരുത്തലുകൾ വരുന്നുണ്ട്. കൃത്യമായി ത്രികോണ മത്സരം നടന്ന തൃശ്ശൂർ ജില്ലയിൽ CPI മത്സരിച്ച തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ ചിലപ്പോൾ CPI 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം BJPയും അതോടൊപ്പം തന്നെ കോൺഗ്രസും തമ്മിലുള്ള നേരിട്ട് ഒരു മത്സരം നടന്നതായി CPM സംശയിക്കുന്നുണ്ട്. മറ്റു മണ്ഡലങ്ങളിലെല്ലാം കൃത്യമായി തന്നെ അവർക്ക് മുന്നേറാൻ കഴിയും. ഇരിങ്ങാലക്കുട അടക്കമുള്ള ചാലക്കുടി അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ CPMന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിലയിരുത്തൽ നാട്ടിക മണ്ഡലവുമായി ബന്ധപ്പെട്ടാണ്. നാട്ടിക മണ്ഡലത്തിൽ വിജയിച്ച് കയറാൻ കഴിയും. അതോടൊപ്പം തന്നെ CPIയിൽ നിന്നും BJPയിലേക്ക് പോയ CC മുകുന്ദൻ അവിടെ 2ാം സ്ഥാനത്തേക്ക് വരും. കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്ന് പറയുന്നുണ്ട്. പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോഴും BJP അതവിടെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും. MR റസാഖിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന രീതിയിലുള്ള വിലയിരുത്തലുകളുണ്ട്. അങ്ങനെ പാലക്കാട് അതോടൊപ്പം തന്നെ മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലയിലെല്ലാം ഈ കടുത്ത മത്സരം നടന്നെങ്കിലും തങ്ങളുടെ കേഡർ വോട്ടുകളിലൂടെ തന്നെ വിജയിച്ച് കയറാൻ കഴിയും. അതിലൂടെ പല സീറ്റുകൾ നഷ്ടമാകുമ്പോഴും ഒരു 80-ഉം 90-നും ഇടയ്ക്ക് സീറ്റുകൾ നേടി ഒരു 3ാം പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷയും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ സംസ്ഥാന തലത്തിലുള്ള കൂടുതൽ വിലയിരുത്തലുകൾ ഉണ്ടാകാനാണ് സാധ്യത. എന്തായാലും ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് കൃത്യമായി തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം എല്ലാ ഇടങ്ങളിലുമുണ്ട്. പക്ഷേ ഇവരുടെ കേഡർ സ്വഭാവം വെച്ച് വോട്ടുകൾ നിലനിർത്തുവാനും അതോടൊപ്പം തന്നെ ഈ BJP എത്ര വോട്ടുകൾ ഭരണവിരുദ്ധ വികാരം BJPയിലേക്കും പോയിട്ടുള്ളതായും വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പായി തന്നെ 3ാം പിണറായി സർക്കാർ വരുമെന്നാണ് ഇപ്പോൾ LDF പ്രതീക്ഷിക്കുന്നത്. ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ പല സിറ്റിംഗ് MLAമാരും കടുത്ത മത്സരം നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് ചില മന്ത്രിമാർ ഇത്തരം മത്സരങ്ങൾ നേരിടുന്നുണ്ട്. അവരുടെ CPMന്റെ തന്നെ പരമ്പരാഗതമായ ആലപ്പുഴയിലും കണ്ണൂരിലും അടക്കം വിജയിച്ച് കയറാൻ കഴിയുമെങ്കിലും കഴിഞ്ഞ തവണ ലഭിച്ചതുപോലെ 10,000-ഉം 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇത്തവണ ലഭിക്കില്ലെന്നാണ് CPMന്റെ മണ്ഡലം ജില്ലാ കമ്മിറ്റി വിലയിരുത്തലുകൾ. ശരി, ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള CPIMന്റെ മണ്ഡലം ജില്ലാ കമ്മിറ്റികളുടെ പ്രാഥമിക വിലയിരുത്തലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പല മണ്ഡലങ്ങളിലും സിറ്റിംഗ് മണ്ഡലങ്ങളിലടക്കം കനത്ത തിരിച്ചടി ഉണ്ടാകും എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് വരുന്നത്. തിരുവനന്തപുരത്ത് CPI മത്സരിച്ച 4 മണ്ഡലങ്ങളിൽ ഇത്തവണ കടുത്ത മത്സരം നടക്കുന്നു എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നെയ്യാറ്റിൻകര, അരുവിക്കര, കാട്ടാക്കട, നേമം എന്നീ മണ്ഡലങ്ങളിൽ വിജയ സാധ്യതയിലാണ് പാർട്ടിക്ക് ഇപ്പോൾ ആശങ്കയുള്ളത്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ അടക്കം പിടിച്ചെടുക്കും എന്ന ഒരു ആത്മവിശ്വാസവും പുറത്തു വരുന്നുണ്ട്. ഈ ഒരു വിലയിരുത്തലിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. പീരുമേട് മണ്ഡലത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും ദേവികുളത്തെ ശക്തമായ മത്സരം ആണുള്ളത് എന്നതുമാണ് ആ വിലയിരുത്തൽ. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.